എല്ലാ കുട്ടികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിൽ ഉറപ്പായും പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാം. ഗ്രാഫ് ഓഫ് ദി പോളിനോമിയൽ a² + bx + c is given below. ചോദ്യം വാട്ട് ഈസ് p of 1, p of 3, p of 0 കാണണം. ബി ചോദിക്കുന്ന വാട്ട് ഈസ് സി റൈറ്റ് ദ പോളിനോമിയൽ. ഇത് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾക്കൊരു ഗ്രാഫ് തരും, പോളിനോമിയലിന്റെ ഗ്രാഫ് തരും, അതിൽ നിന്ന് പോളിനോമിയൽ ഉണ്ടാക്കാനാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ ഇങ്ങനെ പരബോളിക് ഷേപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് മനസ്സിലാവണം. ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? പിന്നെ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇത് എക്സ് ആക്സിസ് കുത്തനുള്ളത് പി ഓഫ് എക്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ x = 1. അപ്പം പിന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള പി ഓഫ് എക്സ് ആണ് എടുത്തത്. അപ്പോൾ പി ഓഫ് എക്സ് x1 എന്ന് പറഞ്ഞ പോയിന്റിലാണ് ടച്ച് ചെയ്തത്. അപ്പോൾ പി ഓഫ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ പി ഓഫ് 1 x = 1 ആകുമ്പോൾ പി ഓഫ് 1 0. പിന്നെ അടുത്ത പോയിന്റ് ടച്ച് ചെയ്യുന്ന 3ലാണ്. അതായത് x 3 ആയാൽ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ട് മൂവ് ചെയ്തില്ല, 0. പി ഓഫ് എക്സ് 0. ഇനി മുകളിലൊരു പോയിന്റ് ഉണ്ട്, പി ഓഫ് എക്സിൽ ഒരു പോയിന്റ് 3യിൽ മുട്ടുന്നുണ്ട്. അപ്പോൾ അത് x = അവിടെ 0 ആയിരിക്കും. പി ഓഫ് എക്സ് 3 ആണ്, അപ്പോൾ x = 0 ആണ്. അപ്പോൾ x = 0 ആകുമ്പോൾ പി ഓഫ് 0 എന്ന് പറഞ്ഞതായിരിക്കും 3 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇനി ഇതിൽ നിന്ന് പോളിനോമിയൽ ഉണ്ടാക്കണം. ഇനി അടുത്ത ചോദ്യം സി പോയിന്റ് കാണാനാണ്. അപ്പം എക്സിന് 0 കൊടുത്താൽ എങ്ങനെ എഴുതാം? പി ഓഫ് 0 a × 0 + b × 0 a × 0² + b × 0 + c = 3. ഇതിൽ നിന്ന് c = 3 എന്ന് കിട്ടും. മറ്റൊക്കെ 0 ആയി പോകും. അപ്പോൾ ഈ കണ്ടെത്തിയ വാല്യൂസ് എന്ത് ചെയ്യണം? നമുക്ക് ഓരോന്ന് രീതിയിൽ അപ്ലൈ ചെയ്യണം. ഇനി പി ഓഫ് 1 കൊടുത്തു നമ്മൾ ഈ ഇക്വേഷനിൽ, കാരണം ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഫോം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. a = 1 കൊടുക്കുമ്പോൾ a × 1² + b × 1 + c = 0 എന്നാവും. അപ്പോൾ a + b എന്നാവും. a + b സിന്റെ വാല്യൂ ഓൾറെഡി കണ്ടെത്തി 3 എന്നിട്ടും. അപ്പോൾ a + b = +3 = 0, അല്ലെങ്കിൽ a + b = -3 എന്ന ഒരു ഇക്വേഷൻ ഉണ്ടാവും. അതുപോലെ രണ്ടാമത്തെ വാല്യൂ എക്സിന്റെ സ്ഥാനത്ത് 3 കൊടുക്കുക. അപ്പോൾ പി ഓഫ് 3 0 ആവുന്നതാണ് നമുക്ക് ഈ ചിത്രത്തിൽ മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യുക? എക്സിന്റെ സ്ഥാനത്ത് 3 കൊടുക്കുമ്പോൾ a × 3² എന്നാവും, b × 3 പ്ലസ് സിന്റെ സ്ഥാനത്ത് ഓൾറെഡി 3 കിട്ടിക്കുന്നത്, +3 = 0 എന്നാവും. അപ്പോൾ a × 3² 9a + 3b = -3 എന്നാവും. അപ്പം ഇതിലെല്ലാത്തിലും 3 കോമൺ ആയിട്ടുണ്ട്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3a + b = -1. അപ്പോൾ 2 പേഴ്സ് ഓഫ് ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് പോളിനോമിയൽ ഉണ്ടാക്കണമെങ്കിൽ എന്റെ ബി സിന്റെ വാല്യൂ അറിയണം. സിന്റെ വാല്യൂ ഓൾറെഡി കണ്ടെത്തി. ഇനി 2 പേഴ്സ് ഓഫ് ഇക്വേഷൻ ഇവിടെ കിട്ടി. a + b = -3, 3a + b = -1 ഇക്വേഷനാണ്. അപ്പോൾ ഈ 2 ഇക്വേഷനിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? ബി ഉണ്ട്. അപ്പം ഈ നമുക്കറിയാം പേഴ്സ് ഓഫ് ഇക്വേഷനിൽ പിന്നെ ഒരു സാധനം ഡിലീറ്റ് ചെയ്തിട്ടാണ്, ഒരു അൺനോൺ വാല്യൂ ഡിലീറ്റ് ചെയ്തിട്ടാണ് മറ്റേ കണ്ടെത്തുക. അപ്പോൾ ഇക്വേഷൻ 2 ന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ 3a - a, b - b, -1 - -3 എന്ന് എഴുതാം. അപ്പോൾ 3a എന്ന് a കുറച്ച 2a എന്നാവും, b എന്ന് b കുറച്ച 0 എന്നാവും, -1 + 3 എന്നതും = 2 എന്നാവും. അപ്പം 2a = 2 എന്നായി. അപ്പോൾ a = 2/2 = 1. അതിന്റെ വാല്യൂ കിട്ടി. അപ്പോൾ അതിന്റെ വാല്യൂ കിട്ടിയാൽ എന്ത് ചെയ്യണം? ഈ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്തിട്ട് ബിന്റെ വാല്യൂ കണ്ടെത്തണം. ഒന്നാമത്തേലും രണ്ടാമത്തേലും കൊടുക്കുക. ഒന്നാമത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ a + b = -3 എന്നാണ്. അതിൽ അതിന്റെ വാല്യൂ 1 കൊടുത്താൽ പിന്നെ b = -3 -1 ആവും. അപ്പോൾ b = -4 കിട്ടും. അപ്പോൾ എന്റെ വാല്യൂ 1 കിട്ടി, b -4 കിട്ടി, c 3 കിട്ടി. അപ്പോൾ ഇനി x² + bx + c എന്ന ജനറൽ ഫോമിൽ നമ്മൾ കൊടുത്താൽ പിന്നെ a 1 ആണ്, 1x² - b -4 കിട്ടി, -4x + 3 = 0. അപ്പോൾ അങ്ങനെ അതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. അപ്പോൾ ഈ ചിത്രം തന്ന അതിൽ നിന്ന് പോളിനോമിയൽ ഉണ്ടാക്കാൻ തരും. ചിലപ്പോൾ അത് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ആ സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്.